കേരളം കണ്ട ഏറ്റവും വലിയ സംഘാടകൻ ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം, അത് കാന്തപുരം AP ഉസ്താദ് അവർകൾ മാത്രമാണ് എന്ന്. അദ്ദേഹത്തിന്റെ സംഘടിതമായ ഇവിടെ എന്താണ് കേൾക്കുന്നത്? എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാന്യ വ്യക്തി ധാരാളം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗം പോലെ പല പ്രസംഗങ്ങളും ഞാൻ ഇരുന്ന് കേൾക്കുകയുണ്ടായി. ഞാൻ പങ്കെടുത്ത 3 യോഗങ്ങളിൽ ഇത്രയും ആളെ കിട്ടിയാൽ എതിർക്കുന്നവരെ മുഴുവൻ എതിർക്കും. എതിർപ്പിന്റെ ഒരു വൈരാഗ്യത്തിന്റെ ശബ്ദം ഇവിടെ ഞാൻ കേട്ടില്ല. മൈക്കും വലിയൊരാൾക്കൂട്ടവും കിട്ടിയാൽ ആരെ വേണമെങ്കിലും എതിർക്കാം. തങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ വന്നിരിക്കുന്ന ഒരു ജനാവലിയോട് എന്തും പറയാം. പക്ഷെ അവിടെയാണ് കാന്തപുരത്തിന്റെ മഹത്തായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമ്മേളനങ്ങൾ മുഴുവൻ ഞാൻ കാണുന്നു. ആരോടും പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, ആദർശത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന മഹത്തായ ഒരു സമ്മേളനങ്ങളാക്കി ഇതിനെ നിങ്ങൾ മാറ്റിയിരിക്കും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അനുയായി വൃന്ദമുണ്ടായത്? അദ്ദേഹത്തോടൊട്ടി നിൽക്കുവാൻ, അദ്ദേഹത്തിന്റെ ആശയങ്ങളോട്, ആദർശങ്ങളോട് പ്രതിബദ്ധത കാണിക്കുവാൻ ഇങ്ങനെ ഒരു അനുയായി വൃന്ദത്തെ, ഒരു ശിഷ്യഗണത്തെ ഈ രാജ്യത്തെ സമീപകാലത്തൊന്നും ഒരു പണ്ഡിതൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ആരുമല്ലാതിരുന്ന നാട്ടിൻപുറങ്ങളിലെയും നഗരങ്ങളിലെയും പ്രമാണിമാരുടെയും സമ്പന്നരുടെയും കുബേരന്മാരുടെയും ആട്ടും തുപ്പും കേട്ട് സഹിച്ചു കഴിഞ്ഞിരുന്ന പാവം മനുഷ്യരെ മതവിദ്യാഭ്യാസവും വിജ്ഞാനത്തിന്റെ ദീപശിഖയും സമൂഹത്തിന് പകർന്നു നൽകിയവരെ ആരാലും ചവിട്ടി മതിക്കപ്പെടാൻ ഒരിക്കലും അവസരം കൊടുക്കാതെ അവരെ വിമോചനത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തി, അവർക്കും ആത്മാവുണ്ട്, അവരും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ്. മതവിജ്ഞാനത്തിന്റെ ദീപശിഖ കൊളുത്തിവെക്കുന്നവർ സമൂഹത്തിൽ വിളക്കുമാടങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊടുക്കാൻ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർക്ക് തന്റെ ജീവിതം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസഹസ്രങ്ങൾ തെളിയിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ഒരു സാക്ഷ്യപത്രം ആ ചരിത്ര ദൌത്യത്തിന്റെ നിർവഹണത്തിന് വേറെ ആവശ്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു രാഷ്ട്രീയ നേതാവിന്റെയും അംഗീകാരപത്രം ഇനി ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ യാത്രയുടെ പിന്നിട്ട വഴികളിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ തെളിയിക്കുന്നത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ലോകം വിലയിരുത്തുന്നത് എങ്ങനെ എന്ന് ഞാൻ പരിശോധിച്ചു. കാന്തപുരം ഉസ്താദ് ലോകത്തെ മുസ്ലിം നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള, ശക്തിയുള്ള 500 വ്യക്തികളിൽ ഒന്നാണ് എന്ന് ഈ ലോകം വിലയിരുത്തിയിരിക്കുകയാണ്. ആരാ വിലയിരുത്തിയ ആളുകൾ? അവരാരും മോശക്കാരല്ല. അഗതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാന്തപുരം കേരളത്തിന്റെ പിതാവായി ഞാൻ കാണുകയാണ്. നമ്മുടെ നാടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നവർ, നമ്മുടെ രാജ്യത്ത് ഛിദ്രവാസന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, നമ്മുടെ രാജ്യത്ത് ഭീകരവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, അതെല്ലാം നമ്മുടെ പൊതുശത്രു വർഗത്തിലേക്ക് വരും. ചില സന്ദർഭങ്ങളിൽ ഞാൻ മത്സരിച്ച സമയത്ത് ഉസ്താദിനെ ചിലപ്പോൾ സഹായിച്ചിട്ടുമുണ്ട്, ചിലപ്പോൾ തിരിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരിക്കലും എന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടായിരുന്നില്ല. അതൊക്കെ ചില ആശയങ്ങളിൽ അദ്ദേഹം ഊന്നി നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചിലരുടെ ആശയങ്ങളോടുള്ള എതിരഭിപ്രായം കൊണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും വ്യക്തിപരമായി എന്നെ വിളിച്ച് ഉപദേശിക്കാനും പോകേണ്ട മാർഗങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും ഉസ്താദ് അന്നും ഇന്നും ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ എന്നും അദ്ദേഹത്തിനോട് കടപ്പെട്ട ആളുമാണ്.